ഹലോ, അപ്പോൾ നമുക്കിന്ന് പാലക്കാടുകാരുടെ സ്വന്തം റാവുത്തർ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. പിന്നെ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും വിസിൽ അടിച്ചിട്ടല്ല, പകരം ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതേ നമുക്ക് ആവശ്യത്തിന് നെയ്യും കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം പട്ട ഗ്രാമ്പു ഐറ്റംസ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മിക്സ് അത് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടേണ്ടത് പുതിയനയിലും മല്ലിയിലയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സവോളയും ചെറിയുള്ളി ഇടേണ്ടത്. ചെറിയുള്ളി ഇതിൻ്റെ മെയിൻ ആയിട്ടാണ്. എന്തായാലും ചെറിയുള്ളി ഇല്ലാതെ നിങ്ങളിത് ഉണ്ടാക്കരുത്, കാരണം ചെറിയുള്ളി അടിപൊളിയാണ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ്. പിന്നെ മറ്റേത് സവോള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല, റാവുത്തറിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി അങ്ങനെയാണ്. ഓക്കെ, പിന്നെ മസാലാസ് എല്ലാം ഇടുക, ചിക്കൻ ഇടുക, അങ്ങനെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ആരൊക്കെയാണ് ബിരിയാണി ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, ഒരുപാട് നല്ല ടൈപ്പ് ഓഫ് ബിരിയാണീസ് കഴിക്കാൻ ഇഷ്ടമുള്ളത്? ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ബിരിയാണി കഴിച്ചാലും മടുക്കാത്ത ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് രാവിലെ ബിരിയാണി കഴിച്ചാലും ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചാലും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ, അപ്പോൾ അതെന്തായാലും പറയണം കേട്ടോ. നമ്മൾ കൈമ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ അതിനാവശ്യത്തിനുള്ള അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് വേവിക്കുക. അപ്പോൾ അടി പിടിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ.